നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ നമുക്കറിയാം, വി ഡി സതീശനെതിരായിട്ട് കോഴിക്കോട് ചില ഫ്ലെക്സുകൾ ഉയർന്നിട്ടുണ്ട്. കോഴിക്കോട് മാത്രമല്ല, കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കെ സി വേണുഗോപാലൻ അനുയായികൾ ഫ്ലെക്സുകൾ അടിച്ചു വയ്ക്കുന്നത് പതിവായി മാറിയിരിക്കുന്നു. എന്നാൽ ചില ചാനലുകളിൽ വി ഡി സതീശൻ ഈ പറയുന്ന JDSൻ്റെ ഒരു നേതാവുമായി കൂടിക്കാഴ്ച നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരു സ്വർണ്ണപ്പാളി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് SIT ചോദ്യം ചെയ്ത ഒരു കുറ്റാരോപിതനായ വ്യക്തിയും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ മംഗലാപുരത്ത് പോയിട്ട് നമുക്കറിയാവുന്നതുപോലെ അവിടെ ഒരു ക്ഷേത്രത്തിൽ, നമ്മുടെ മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ പോകുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. അത് പക്ഷേ കൊച്ചിയിൽ നിന്ന് ചാർട്ടേഡ് ഫ്ലൈറ്റിലാണ് പോയത്. മണിക്കൂറിന് 5 ലക്ഷം രൂപ വരെ ചിലവാകുന്ന ചാർട്ടേഡ് ഫ്ലൈറ്റിൽ. അപ്പോൾ സ്വാഭാവികമായും ബാംഗ്ലൂർ വരെ പോകുന്നതിന് 10-15-20 ലക്ഷം രൂപയോളം ചിലവ് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത്രയും ചിലവ് വഹിച്ചുകൊണ്ട് ഈ വി ഡി സതീശൻ അവിടെ പോവുകയും ഒരു JDSൻ്റെ, അതായത് NDAയിലെ സഖ്യകക്ഷിയായ ഒരു നേതാവുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ദ്രൗപദി മുർമുവിൻ്റെ ചിത്രങ്ങളും നമുക്കറിയാവുന്ന നരേന്ദ്രമോദിയുടെ ചിത്രവുമൊക്കെ ഈ പറയുന്ന രാഷ്ട്രീയ നേതാവിൻ്റെ വീട്ടിൽ തൂക്കിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. എന്നാൽ പിന്നീട് വീണ്ടും അടുത്ത ദൃശ്യങ്ങൾ വരുന്നു. ആ സമയത്ത് തന്നെ അദാനി ഗ്രൂപ്പിൻ്റെ പ്രസിഡന്റായ കിഷോർ ആൽവയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ പറയുന്ന വി ഡി സതീശൻ. അപ്പം ഇവിടെ നമുക്ക് നോക്കാം, കിഷോർ ആൽവെ ആരാണ്? അദാനി ഗ്രൂപ്പിൻ്റെ പ്രസിഡന്റാണ്. അപ്പോൾ ഈ അദാനി ഗ്രൂപ്പിൻ്റെ പ്രസിഡന്റായ ഇയാളുമായി കൂടിക്കാഴ്ച നടത്താൻ മാത്രം എന്താണ് വി ഡി സതീശന് അദ്ദേഹവുമായി ബന്ധം? അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള ചർച്ചകളാണ് ഈ അദാനി ഗ്രൂപ്പുമായി വി ഡി സതീശൻ നടത്തിയിട്ടുള്ളത്? അപ്പോൾ ഇത് സത്യത്തിൽ കോൺഗ്രസിൻ്റെ ആകമാനമുള്ള ഒരു ദേശീയ പോളിസിക്ക് അല്ലെങ്കിൽ ദേശീയ നയത്തിന് വിരുദ്ധമല്ലേ എന്നുകൂടി ചിന്തിക്കേണ്ടി വരും. കാരണം അതായത് ഈ പറയുന്ന അദാനി എന്ന് പറയുന്നത് BJPയുടെ ഏജൻ്റാണെന്നും ഒരു ഘട്ടത്തിൽ പോലും അദാനിയുമായി സഹകരിച്ച് പ്രവർത്തിക്കില്ല എന്നും 1000 വട്ടം ആണയിട്ട് പറയുന്ന ഒരു നേതാവാണല്ലോ ആര്? രാഹുൽ ഗാന്ധി. ഈ രാഹുൽ ഗാന്ധി ഏത് രാഷ്ട്രീയക്കാരനാണെന്ന് വി ഡി സതീശന് നന്നായി അറിയാം. അദ്ദേഹം ഉള്ളത് കോൺഗ്രസിൻ്റെ ദേശീയ നേതാവായിട്ടും രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആൾ ഇവിടെ വന്ന് സ്ഥാനാർത്ഥിയായി വയനാട്ടിൽ നിന്ന് ജയിച്ചു പോയ ഒരാളും കൂടിയല്ലേ. പിന്നെ സഹോദരിയെ കൊണ്ടുവന്നു എന്ന് മാത്രമല്ലേ ഉള്ളൂ. അത് സ്വാഭാവികമല്ലേ. ചേട്ടൻ മാറിക്കഴിയുമ്പോൾ അനിയത്തെ കൊണ്ടുവരുന്നത് കോൺഗ്രസിൻ്റെ പതിവ് രീതിയാണ്. അപ്പോൾ അങ്ങനെ ആയെന്ന് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആ രാഹുൽ ഗാന്ധി പോലും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഒരുപാട് അകലത്തിൽ നിർത്തിയിരിക്കുന്ന അദാനിയെ വി ഡി സതീശൻ പോയി, അദാനി ഗ്രൂപ്പിൻ്റെ പ്രസിഡന്റിനെ വി ഡി സതീശൻ പോയി എന്തിന് കണ്ടു? അവിടെ രാഷ്ട്രീയമായി ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ടോ? JDSൻ്റെ നേതാവുമായി എന്തിന് കൂടിക്കാഴ്ച നടത്തി? ആ കൂടിക്കാഴ്ചയിലേക്ക് എന്തിനാണ് സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട ആ കുറ്റാരോപിതനായി അവിടെ SITയുടെ അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ കൂടി പോയത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇത്തരം നിരവധി ചോദ്യങ്ങൾ ഇപ്പോഴും കേരളത്തിന് മുന്നിൽ നിൽപ്പുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് കോൺഗ്രസിൻ്റെ ദേശീയ നയത്തിന് വിരുദ്ധമായി വി ഡി സതീശൻ പ്രവർത്തിച്ചത് കൊണ്ട് തന്നെ ഈ വി ഡി സതീശന് എതിരായിട്ട് ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു സാധനമുണ്ടെങ്കിൽ അത് നടപടി എടുക്കേണ്ടതല്ലേ? സ്വാഭാവികമായി അതെ. ഇനിയിപ്പോൾ ഇതേ ദൃശ്യങ്ങൾ എടുത്ത് മാധ്യമങ്ങൾക്ക് പുറത്തു വിട്ടുകൊണ്ട് വി ഡി സതീശൻ ഇങ്ങനെ ഒരു അബദ്ധം കാണിച്ചു എന്നുള്ള തരത്തിൽ കോൺഗ്രസ്സുകാർ തന്നെ ഈ വീഡിയോ പുറത്തു വിട്ടു എന്ന് തന്നെ ഇരിക്കട്ടെ. എന്തിനായിരിക്കാം അങ്ങനെ ഒരു വീഡിയോ പുറത്തേക്ക് വിട്ടിട്ടുണ്ടാവുക? സ്വാഭാവികമായും വി ഡി സതീശൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് ശേഷമാണല്ലോ ഇത്തരത്തിലുള്ള ചിത്രങ്ങളും വീഡിയോകളും പുറത്തേക്ക് വരുന്നത്. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഉദ്ദേശം? അതായത് ആ വീഡിയോകൾ അല്ലെങ്കിൽ ആ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുന്നതിൻ്റെ പിന്നിൽ എന്തായിരിക്കും ലക്ഷ്യം? 1 അല്ല 2 വീഡിയോകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനം അത് പുറത്തേക്ക് വിടുകയും ചെയ്തിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളടക്കം അത് വലിയ ചർച്ചാ വിഷയമാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പം എന്തിനായിരിക്കും ഇതൊരിക്കലും CPMൻ്റെ സൈബർ ഹാൻഡിലുകളിൽ നിന്ന് പുറത്തേക്ക് പോയ ദൃശ്യങ്ങളല്ല എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. കാര്യം അവിടെ അത്യധികം കോൺഫിഡൻഷ്യലായി ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ഇവിടുന്ന് മംഗലാപുരത്തേക്ക് പോയി നടത്തിയ കൂടിക്കാഴ്ച മാധ്യമങ്ങളെ അറിയിച്ചിട്ടല്ല പോയിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇത് അതീവ രഹസ്യമായി നടത്തിയിരിക്കുന്ന ഒരു കൂടിക്കാഴ്ചയാണ് എന്ന് വ്യക്തം. അത്രയും രഹസ്യമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുന്നതിൽ സംശയിക്കേണ്ടത് CPMകാരെയോ BJPക്കാരെയോ ആണോ? അല്ല, മറിച്ച് കോൺഗ്രസിലെ തന്നെ ചില നേതാക്കന്മാരെ തന്നെ നമുക്ക് സംശയിക്കേണ്ടി വരും. ഫ്ലെക്സിലുള്ള ചില കാര്യങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കോഴിക്കോട് ഒരു ഫ്ലെക്സ് വന്നിട്ടുണ്ട്.
ആ ഫ്ലെക്സിൽ വെച്ചിരിക്കുന്ന ചിത്രങ്ങൾ ഈ പറയുന്ന കിഷോർ ആൽബെയുമായി കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ ചിത്രങ്ങളാണ് സതീശൻ്റേത്. എന്നിട്ട് ഏറ്റവും ഒടുവിൽ പറഞ്ഞ എന്താ, PR വേലയ്ക്ക് ഫണ്ട് ചെയ്തത് ഈ പറയുന്ന അദാനിയാണോ അതോ ഇനി ജമാഅത്ത് ഇസ്ലാമിയാണോ എന്നൊരു വലിയ ചോദ്യചിഹ്നം ഉയർത്തിക്കൊണ്ടാണ് അവിടെ അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്തിനായിരുന്നു കൂടിക്കാഴ്ച എന്ന് VD സതീശൻ വ്യക്തമാക്കണം അന്ന് ആ ഫ്ലെക്സിൽ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ ഫ്ലെക്സ് വെച്ചിരിക്കുന്നത് CPM-കാരല്ല എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ആ ഫ്ലെക്സ് വെച്ചിരിക്കുന്നത് KC വേണുഗോപാൽ അനുകൂലികൾ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വിടുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് KC വേണുഗോപാലിൻ്റെ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന 47-ലധികം വരുന്ന MLA-മാരോ അല്ലെങ്കിൽ അവരുടെ ശിങ്കിടികളോ വാലാട്ടികളോ ആയി നടക്കുന്നവരാണ് എന്ന് വ്യക്തമല്ലേ? അപ്പോൾ സതീശനെ കുടുക്കുക എന്ന മനഃപൂർവമായ ലക്ഷ്യം ഈ ഫ്ലെക്സിന് മാത്രമല്ല ആ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതിന് പിന്നിലുമുണ്ട്. അതായത് ദേശീയ നേതൃത്വത്തിന് മുന്നിൽ VD സതീശൻ ഒരു കണ്ണിൽ കരടായി മാറണം എന്ന ലക്ഷ്യം. കോൺഗ്രസിന്റെ ദേശീയ നയത്തിന് വിപരീതമായി പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് VD സതീശൻ എന്ന് മുദ്ര കുത്തപ്പെട്ടു. അങ്ങനെ മുദ്ര കുത്തണം. അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെടുന്ന ഒരാൾ എന്തായിരുന്നാലും കോൺഗ്രസിൻ്റെ ദേശീയ നയത്തിന് വിരുദ്ധനായിരിക്കുമല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് സംഘപരിവാർ അജണ്ടയുമായി പൊരുത്തപ്പെട്ടു പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. ഇല്ല. ഇതുതന്നെയല്ലേ CPM-കാരെ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടെ ഗോൾവർക്കറുടെ ചിത്രത്തിന് മുന്നിൽ പോയി നിന്നുകൊണ്ട് തിരികൊളുത്തിയ ഒരാൾ എന്തായിരുന്നാലും സംഘി അല്ലെങ്കിൽ ആ സംഘപരിവാറിസത്തോട് യോജിച്ച് നിൽക്കുന്ന ഒരാളായിരിക്കും എന്നുള്ള കാര്യം പുറത്തു വന്നതല്ലേ. അവിടെ പറവൂർ മണ്ഡലത്തിൽ പല തവണയായി ഇതേ VD സതീശൻ അവിടുത്തെ RSSകാരുമായി യോജിച്ചുകൊണ്ട് അവരോട് പൊരുത്തപ്പെട്ടുകൊണ്ട് അവരോട് വോട്ട് അഭ്യർത്ഥിച്ച ഒരു സമയത്തെക്കുറിച്ച് അവിടുത്തെ ചില സംഘപരിവാർ ടീമുകളും സധൈര്യം പുറത്തേക്ക് പറയുന്നില്ലേ. അപ്പോൾ VD സതീശൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ സംഘപരിവാറുമായി സന്ധി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു നേതാവാണ് എന്നുള്ള കാര്യം ഇതിൽ നിന്ന് വ്യക്തമാണ്. അത് കോൺഗ്രസ്സുകാർ തന്നെ പരസ്യപ്പെടുത്തി കഴിഞ്ഞ കാര്യമാണ്. ഇനിയും അവിടെ നിൽക്കട്ടെ. ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷവും ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ അല്ലെങ്കിൽ ദൃശ്യങ്ങൾ പുറത്തേക്ക് വിടുന്നത് തീർച്ചയായും AICC നേതൃത്വത്തിന് VD സതീശനെ കുറിച്ച് അവമതിപ്പുണ്ടാക്കുന്നതിന് ഇടയാക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. എന്തിനായിരിക്കാം അങ്ങനെ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്? മറ്റൊന്നുമല്ല, കാരണം ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 3 പേർ എന്തായാലും മത്സരരംഗത്തുണ്ടാകും. അതിനും മത്സരമെന്ന് തന്നെ പറയേണ്ടി വരും. മത്സരരംഗത്തുണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ VD സതീശനെ ഈ പറയുന്ന കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ ഒരു സംഘപരിവാർക്കാരനായിട്ടും സംഘപരിവാർ അനുകൂലിയുമാക്കി ചിത്രീകരിക്കുക എന്നുള്ളതാണ് KC പക്ഷത്തിൻ്റെ ലക്ഷ്യം. ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് അത്ര നിഷ്പക്ഷരാവാൻ ഒരു സാധ്യതയുമില്ല എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. കാരണം KC വേണുഗോപാൽ ഹൈക്കമാൻഡിൽപ്പെട്ടായിരിക്കുമല്ലോ. മുകുൾ വാസ്നിക് ആണെന്നുണ്ടെങ്കിലും അജയ് മാക്കൻ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ രാഹുൽ ഗാന്ധി ആണെങ്കിലും പ്രിയങ്ക ഗാന്ധി ആണെങ്കിലും എല്ലാവരും മല്ലികാർജുൻ ഖാർഗെ ആണെങ്കിലും എല്ലാവരും KC വേണുഗോപാലിനോട് അല്പസ്വല്പം ഒരു അനുഭാവം പുലർത്തുന്നവർ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. അതിനകത്ത് യാതൊരു സംശയവും നമുക്ക് പറയാനില്ല. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? VD സതീശൻ മോശക്കാരനാണ്, രാഹുൽ ഗാന്ധി പറഞ്ഞത് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് ആവുന്ന വേളയിൽ VD സതീശന് അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റായി മാറുകയും ചെയ്യും എന്നുള്ളത് വാസ്തവമാണ്. അതുകൊണ്ട് ഈ രീതിയിൽ VD സതീശനെ കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ ഒരു സംഘപരിവാർ അനുകൂലിയാക്കി മാറ്റി ഒരു കോൺഗ്രസ് വഞ്ചകനാക്കി ചിത്രീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ KC പക്ഷം ഉയർത്തി വെച്ചിരിക്കുന്ന ഒരു രീതി. അതുകൊണ്ട് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്, ഈ പറയുന്ന PD സതീശിൻ്റെ PR വർക്കിന് വേണ്ടി പണം മുടക്കിയത് അദാനി ഗ്രൂപ്പാണോ എന്നുള്ള സംശയം കൂടി അവർ ഉയർത്തിയിരിക്കുന്നു. അതായത് PR വർക്കിനുള്ള പണം അപ്പാടെയും VD സതീശന് നൽകിയത് അദാനി ഗ്രൂപ്പ് ആണെങ്കിൽ തീർച്ചയായും ഇവിടെ സംഘപരിവാറിന് വേണ്ടി കൂടി VD സതീശൻ പണിയെടുത്തിട്ടുണ്ടാകും എന്നുള്ള കാര്യം തീർച്ചയാണ് എന്നുള്ള രീതിയിൽ കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നു. സ്വാഭാവികമായും ഇത് കേന്ദ്ര നേതൃത്വം VD സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് തള്ളിക്കളയുന്നതിന് കൂടി കാരണമാകണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ രീതിയിലുള്ള ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത്. പക്ഷേ ഇതുകൊണ്ട് VD സതീശന് ഗുണമല്ലാതെ വേറൊന്നും സംഭവിക്കില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. കാരണം നാളെ സതീശൻ ഇന്ത്യയെ പാളയത്തിലേക്ക് അങ്ങനെ പോകാൻ അദ്ദേഹത്തിന് തോന്നിയാലോ, ഇനി അതല്ല പുതിയൊരു പാർട്ടി രൂപീകരിക്കാൻ അദ്ദേഹത്തിന് തോന്നിയാലോ. കാരണം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു, ഞാൻ ഇനി മുഖ്യമന്ത്രി അല്ലാതെ വേറൊരു മന്ത്രിസ്ഥാനത്തിലേക്കും ഞാനില്ല എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ നാളെ ഒരു സമയത്ത് ഇനി VD സതീശന് തോന്നിയാലോ ഞാൻ പതുക്കെ
പതുക്കെ ഈ മുന്നണി വിടാം, അല്ലെങ്കിൽ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിക്കാം, കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ പതിയെ ഒരു എന്താ പറയുക ഒരു പുതിയൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുകയും ആ രാഷ്ട്രീയ പാർട്ടിയെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ലയിപ്പിക്കുകയും ചെയ്യണം എന്നൊക്കെ അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തോന്നിയാലോ? അതിനിടയ്ക്ക് ചില അഖിൽമാരെ പോലുള്ള ചില ആൾക്കാരൊക്കെ അങ്ങനെ പറഞ്ഞ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി നമുക്ക് അങ്ങനെ കാണേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഇത്തരം ചില കൂടിക്കാഴ്ചകൾ ഗുണകരമായി മാറും എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.